സ്വാഗതം. ഇന്ന് നമ്മൾ 1962 കസ്റ്റംസ് നിയമത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിലെ 17-ാം അധ്യായം, അതായത് മിസലേനിയസ് അല്ലെങ്കിൽ പലവക എന്നറിയപ്പെടുന്ന ഭാഗം. അതെ, ഈ പലവക എന്ന പേര് കേൾക്കുമ്പോൾ ചിലപ്പോ അത്ര ഗൗരവം തോന്നില്ല, അല്ലേ? ശരിയാണ്. പക്ഷെ പലപ്പോഴും ഒരു നിയമം ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിലെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. കറക്റ്റ്. ഒരു നിയമത്തിന്റെ എഞ്ചിൻ റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രവർത്തന നിയമങ്ങൾ, അധികാരങ്ങൾ, പണം ഈടാക്കൽ, ചട്ടങ്ങളുണ്ടാക്കൽ, ഇതൊക്കെ ഇവിടെയാണ് കാണുക. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ നിയമഭാഗങ്ങൾ വെച്ച് ഈ പലവകയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ? തീർച്ചയായും. സർക്കാരിലേക്ക് പണം എങ്ങനെ വരുന്നു, ഏജന്റുമാരുടെ ഉത്തരവാദിത്തം എന്താണ്, രേഖകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കേ. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ പണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. സർക്കാരിനെ കിട്ടാനുള്ള ഡ്യൂട്ടിയോ പിഴയോ മറ്റോ അതെങ്ങനെയാണ് ഈടാക്കുന്നത്? വകുപ്പ് 142 ഇതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ. വകുപ്പ് 142 അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമം പല വഴികൾ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ കസ്റ്റംസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കാം, എന്നിട്ട് വിറ്റ് പണം ഈടാക്കാം. ഓ, അങ്ങനൊരു വഴിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭൂസ്വത്തോ മറ്റോ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോ നമ്മുടെ നാട്ടിൽ ഭൂനികുതി കുടിശ്ശിക പിരിക്കുന്ന പോലെ ആ രീതിയിൽ ഈ പണം ഈടാക്കാം. ഓഹോ, അത് കളക്ടർ വഴിയാണല്ലേ? അതെ. മൂന്നാമതൊരു വഴിയുമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ കസ്റ്റംസിന് ആ വ്യക്തിയോട് പറയാം, നിങ്ങൾ ഇയാൾക്ക് കൊടുക്കാനുള്ള പണം ഞങ്ങൾക്ക് തരണം എന്ന്. ആഹാ, അത് കൊള്ളാമല്ലോ. ഇനിയിപ്പോ ആള് മരണപ്പെട്ടാലോ? അതിനും വ്യവസ്ഥയുണ്ട്. അനന്തരാവകാശികളിൽ നിന്ന് ആ സ്വത്തിൽ നിന്ന് ഈടാക്കാം. അതും 142 പറയുന്നുണ്ട്. അപ്പോ പണം ഈടാക്കാൻ ഇത്രയും വഴികളുണ്ട്. ഇതിൽ വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഈ റിക്കവറിയില്? ഉണ്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വകുപ്പ് 142A ഫസ്റ്റ് ചാർജ് എന്ന് പറയും. ഫസ്റ്റ് ചാർജ് അതെന്താണ്? എന്നുവെച്ചാൽ സർക്കാരിന് കസ്റ്റംസ് കുടിശ്ശിക കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കടക്കാർക്ക് മുൻപേ ആ പണം കിട്ടാനുള്ള ആദ്യത്തെ അവകാശം സർക്കാരിനായിരിക്കും. ഓ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് സർക്കാരിന് കൊടുക്കണം? അതെ. നിങ്ങളുടെ സ്വത്ത് വിറ്റാൽ ആദ്യം കസ്റ്റംസ് കുടിശ്ശിക തീർക്കണം. സർക്കാർ വരുമാനത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഇളവുണ്ടോ? ഉണ്ട്. എല്ലാ സാഹചര്യത്തിലും ഇത് ബാധകമല്ല. ഈ പാപ്പരത്ത നിയമം, അതായത് ഇൻസോൾവൻസി കോഡ്, പിന്നെ ബാങ്കുകളൊക്കെ കടം പിടിക്കാൻ ഉപയോഗിക്കുന്ന സർഫാസി നിയമം, അങ്ങനെയുള്ള ചില പ്രത്യേക നിയമങ്ങളില് ഈ ഫസ്റ്റ് ചാർജിന് ചില പരിമിതികളുണ്ട്. മനസ്സിലായി. ഇനി ഏജന്റുമാരുടെ കാര്യം നോക്കാം. ഒരുപാട് ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ ഏജന്റുമാർ വഴിയാണല്ലോ നടക്കുന്നത്. അവിടെ എന്താ സ്ഥിതി? അതും ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. വകുപ്പ് 147, 148. പ്രധാനമായിട്ടും നിങ്ങളൊരു ഏജന്റിനെ വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഏജന്റ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം സാധാരണയായി നിങ്ങൾക്കും വരും, പ്രിൻസിപ്പലിനും വരും. അപ്പോൾ ഏജന്റും ഉടമയും ഒരുപോലെ ഉത്തരവാദികളാണോ? ഏജന്റും ഉത്തരവാദിയാണ്. പക്ഷെ അവിടെ നിയമം ഒരു പ്രോവിസോ, അതായത് ഒരു ഇളവ് കൊടുക്കുന്നുണ്ട്. ഏജന്റിന്റെ ഭാഗത്ത് മനഃപൂർവ്വമല്ലാത്തൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ നിങ്ങളിൽ നിന്ന്, അതായത് പ്രിൻസിപ്പലിൽ നിന്ന് ആ പണം ഈടാക്കാൻ ഒരു വഴിയുമില്ല എന്ന് കണ്ടാൽ മാത്രമേ ഏജന്റിൽ നിന്ന് അത് ഈടാക്കാൻ പാടുള്ളൂ. അതൊരു സംരക്ഷണമാണല്ലോ ഏജന്റുമാർക്ക്. അതെ. അതുപോലെ ഈ കപ്പലിന്റെയോ വിമാനത്തിന്റെയോ ഒക്കെ ചുമതലയുള്ള ആള് വെക്കുന്ന ഏജന്റിന്റെ ബാധ്യതയെക്കുറിച്ചും വകുപ്പ് 148 പറയുന്നുണ്ട്. ഓക്കേ. അപ്പോ ഈ നിയമം എപ്പോഴും ഇങ്ങനെ പണം ഈടാക്കാനും ശിക്ഷിക്കാനും മാത്രമല്ല, ചിലപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കുമല്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ പിന്നെ വ്യാപാരം നടക്കില്ലല്ലോ. വകുപ്പ് 143 നോക്കൂ. ചിലപ്പോൾ എല്ലാ പേപ്പർ വർക്കും റെഡിയായിട്ടുണ്ടാവില്ല. അപ്പോ നിങ്ങളൊരു ബോണ്ട് കൊടുത്താൽ മതി. പിന്നീട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോളാം, ഡ്യൂട്ടി അടയ്ക്കാനുണ്ടെങ്കിൽ അടച്ചോളാം എന്നൊരു ഉറപ്പ്. അങ്ങനെ ബോണ്ട് കൊടുത്താൽ സാധനം തൽക്കാലത്തേക്ക് വിട്ടു നൽകാൻ ഓഫീസർക്ക് അധികാരമുണ്ട്. അത് വലിയൊരു സഹായമാണല്ലോ വ്യാപാരം സുഗമമാക്കാൻ. അതെ. ട്രേഡ് ഫെസിലിറ്റേഷന്റെ ഭാഗമാണത്. ഈ കസ്റ്റംസ് നടപടികളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ? സാധാരണക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അതിന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ നിയമപരമായി? ഉണ്ട്. അതിനാണ് വകുപ്പ് 146 പ്രകാരം ലൈസൻസുള്ള കസ്റ്റംസ് ബ്രോക്കർമാരുള്ളത്. അവർക്കിതിൽ നല്ല വൈദഗ്ധ്യമുണ്ടാകും. ബ്രോക്കർമാർ. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റംസ് ഓഫീസർമാരുടെ മുന്നിൽ ഹാജരാകാൻ അധികാരപ്പെടുത്തിയ പ്രതിനിധികളെ, അതായത് ഓഥറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സിനെ വെക്കാം. വകുപ്പ് 146.
എ. ആ, ആർക്കൊക്കെ അങ്ങനെ പ്രതിനിധിയാകാം? നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കാകാം, സ്ഥാപനത്തിലെ സ്ഥിരം ജീവനക്കാർക്കാകാം, പിന്നെ ഈ പറഞ്ഞ കസ്റ്റംസ് ബ്രോക്കർമാർക്കാകാം, വക്കീലന്മാർക്കാകാം, അല്ലെങ്കിൽ ചില പ്രത്യേക യോഗ്യത നേടിയവർക്കും ആകാം. എന്നാൽ ആർക്കെങ്കിലും പറ്റില്ല എന്നുമുണ്ടാവുമല്ലോ നിയന്ത്രണങ്ങൾ. ഉറപ്പായും അതും നിയമത്തിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥർ, ചില കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ, പാപ്പരായവർ അഥവാ ഇൻസോൾവെന്റ് ആയവർ, ഇവർക്കൊന്നും പറ്റില്ല. ഓക്കെ. പിന്നെ കസ്റ്റംസിലോ സെൻട്രൽ എക്സൈസിലോ ഉയർന്ന റാങ്കിൽ, അതായത് ഗ്രൂപ്പ് എയില് ജോലി ചെയ്ത് വിരമിച്ചവർക്ക് വിരമിച്ച 2 വർഷത്തേക്ക് ഇങ്ങനെ പ്രതിനിധിയായി വരാൻ പാടില്ല. ആ, അങ്ങനെ ഒരു നിയന്ത്രണവുമുണ്ട്. ശരി. ഇനിയിപ്പോ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാലോ, ഒരു ചെറിയ എഴുത്തുപിഴയോ മറ്റോ? അതിനാണ് വകുപ്പ് 149. നമ്മൾ കൊടുത്ത പ്രധാന രേഖകളില്ലേ, ബിൽ ഓഫ് എൻട്രി, ഷിപ്പിംഗ് ബിൽ, അതിലൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ, ക്ലറിക്കൽ എറേഴ്സൊക്കെ വന്നാൽ അത് തിരുത്താൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഓഹോ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ ആ തിരുത്തലിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഡോക്യുമെന്റ്സ്, ഉദാഹരണത്തിന് ഇൻവോയ്സോ പാക്കിംഗ് ലിസ്റ്റോ ഒക്കെ ഹാജരാക്കണം. അല്ലാതെ വെറുതെ പറയാൻ പറ്റില്ല. മനസ്സിലായി. സത്യസന്ധമായ തെറ്റുകൾക്കൊരു പരിഹാരമുണ്ട്. അതെ, അത് വലിയ പ്രശ്നമാകാതിരിക്കാൻ സഹായിക്കും. ഇനി കസ്റ്റംസ് ചില സാധനങ്ങൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ആരും ക്ലിയർ ചെയ്യാതെ കെട്ടിക്കിടക്കുകയോ ചെയ്യുമല്ലോ. ഉദാഹരണത്തിന് സെക്ഷൻ 48 പ്രകാരമുള്ളവ. അതെന്ത് ചെയ്യും? വിൽക്കുമോ? അതെ, അങ്ങനെയുള്ള സാധനങ്ങൾ കസ്റ്റംസിന് വിൽക്കാം. ആ വിൽപ്പനയെക്കുറിച്ചും കിട്ടുന്ന പണം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുമാണ് വകുപ്പ് 150 പറയുന്നത്. ആ പണം എങ്ങനെയാണ് വീതിക്കുന്നത്? അതിനൊരു ഓർഡറുണ്ട്. ആദ്യം ആ ലേലം നടത്താൻ വന്ന ചെലവെടുക്കും. പിന്നെ ചരക്കുകൂലി, പോർട്ട് ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് സർക്കാരിന് കിട്ടാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കുക. ഓക്കെ. ഡ്യൂട്ടിക്ക് മുൻഗണനയുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ സാധനം സൂക്ഷിച്ചതിന് കസ്റ്റോഡിയൻ എന്തെങ്കിലും ചാർജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സർക്കാരിന് വേറെ വല്ല കുടിശ്ശികയുമുണ്ടെങ്കിൽ അതും പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടോ? ഇതെല്ലാം കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മാത്രം അത് സാധനത്തിന്റെ ഉടമയ്ക്ക് കൊടുക്കും. അപ്പോൾ ഉടമയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? ഉണ്ട്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ബാക്കി പണം വാങ്ങാൻ ഉടമയ്ക്ക് വെറും 6 മാസത്തെ സമയമേ ഉള്ളൂ. 6 മാസമോ? അത്രയുള്ളൂ? അതെ. കമ്മീഷണർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം നീട്ടിത്തരാം. പക്ഷേ ആ സമയത്തിനുള്ളിൽ ചെന്ന് വാങ്ങിയില്ലെങ്കിൽ ആ പണം പിന്നെ കിട്ടില്ല. അത് നേരെ സർക്കാരിലേക്ക് പോകും. ഓ, അത് പലരും അറിയുന്നുണ്ടാവില്ല. സാധ്യതയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കാര്യമെടുത്താൽ അവർക്ക് ഈ നിയമം നടപ്പാക്കാൻ ആരുടെയൊക്കെ സഹായം കിട്ടും? അവരൊറ്റയ്ക്കാണോ പ്രവർത്തിക്കുന്നത്? അല്ലേയല്ല. വകുപ്പ് 151 അനുസരിച്ച് രാജ്യത്തെ മറ്റ് പല സർക്കാർ ഏജൻസികളും, പോലീസ്, നേവി, സെൻട്രൽ എക്സൈസ്, മറ്റ് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരൊക്കെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഒരു ടീം വർക്ക് പോലെ. ഒരു തരത്തിൽ അതെ. ഇനി അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും. CBIC, അതായത് ബോർഡിന് നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പൊതുവായ നിർബന്ധിത നിർദ്ദേശങ്ങൾ, മാൻഡേറ്ററി ഇൻസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥർക്ക് നൽകാം. അത് വകുപ്പ് 151A. നിർബന്ധിത നിർദ്ദേശങ്ങൾ. പക്ഷേ ഒരു പ്രത്യേക കേസിൽ എന്ത് തീരുമാനമെടുക്കണമെന്നോ ഒരു അപ്പീൽ എങ്ങനെ തീർപ്പാക്കണമെന്നോ ബോർഡിന് പറയാൻ പറ്റില്ല. അത് നീതിന്യായത്തിലുള്ള ഇടപെടലാകും. അത് ശരിയാണ്. ഈ പരസ്പര സഹായവും നിർദ്ദേശങ്ങളുമൊക്കെ പ്രധാനമാണല്ലോ. വളരെ പ്രധാനം. ഈ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം സെക്ഷൻ 151 ഇല്ലെങ്കിൽ കള്ളക്കടത്തൊന്നും ഫലപ്രദമായി തടയാൻ പറ്റില്ല. അതുപോലെ പ്രധാനമാണ് മറ്റു രാജ്യങ്ങളുമായി വിവരങ്ങൾ കൈമാറാനുള്ള അധികാരം. സെക്ഷൻ 151B. അതെന്തിനാണ്? ഇപ്പോൾ ഗ്ലോബൽ ട്രേഡ് അല്ലേ? ഒരു സാധനത്തിന്റെ വില ശരിയാണോ, അതെവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ കസ്റ്റംസുമായിട്ട് സംസാരിക്കേണ്ടി വരും. നികുതി വെട്ടിപ്പ് തടയാനൊക്കെ ഇത് വേണം. ശരിയാണ്. പിന്നെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ ചില അധികാരങ്ങൾ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനുള്ള അനുമതി, ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്, സെക്ഷൻ 152. എല്ലാത്തിനും മുകളിലുള്ള ആള് തന്നെ നോക്കണ്ട. അതെ, അത് കാര്യക്ഷമതയ്ക്ക് അത്യാവശ്യമാണ്. ഇനി കസ്റ്റംസ് നമുക്കൊരു നോട്ടീസോ ഉത്തരവോ അയച്ചാൽ അത് കിട്ടിയെന്നെങ്ങനെ ഉറപ്പാക്കും? എന്തൊക്കെ രീതികളുണ്ടായേക്കാൻ? നിയമപരമായി നോട്ടീസ് നൽകുന്നത് വളരെ പ്രധാനമാണ്. വകുപ്പ് 153 പല വഴികളും പറയുന്നുണ്ട്. നേരിട്ട് കയ്യിൽ തരാം,
രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ ഇതിലൊക്കെ അയക്കാം. ഇമെയിലിൽ പറ്റുമോ? ഇമെയിൽ വഴിയും അയക്കാം. പത്രത്തിൽ പരസ്യം കൊടുക്കാം. നിങ്ങളുടെ വീടിന്റെയോ ഓഫീസിന്റെയോ വാതിലിൽ പതിക്കാം. ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസിലെ നോട്ടീസ് ബോർഡിലോ അവരുടെ വെബ്സൈറ്റിലോ ഇടാം. അപ്പൊ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ പറ്റില്ല. നിയമപരമായി അയച്ചാൽ അത് കിട്ടാനെടുക്കുന്ന സാധാരണ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയതായി കണക്കാക്കും. ഡീംഡ് സർവീസ് എന്ന് പറയും. ഓക്കെ. ഈ അധ്യായത്തിൽ വേറെന്തെങ്കിലും ചെറിയ പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ? ഉണ്ട്. 2 പറയാം. ഒന്ന്, കസ്റ്റംസ് ഓർഡറിലോ മറ്റോ എന്തെങ്കിലും എഴുത്തുപിഴ, കണക്കിലെ തെറ്റ്, ക്ലറിക്കൽ ഓർ അരിത്മെറ്റിക്കൽ മിസ്റ്റേക്ക് വന്നാൽ അത് പിന്നീട് ഉദ്യോഗസ്ഥർക്ക് തന്നെ തിരുത്താം. വകുപ്പ് 154. അത് നല്ലതാണ്. പിന്നെ ഡ്യൂട്ടിയൊക്കെ കണക്കുകൂട്ടുമ്പോൾ പൈസ വരുമല്ലോ. അപ്പോ 50 പൈസയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അടുത്ത രൂപയാക്കും. 50 പൈസയിൽ കുറവാണെങ്കിൽ ആ പൈസ ഒഴിവാക്കും. റൗണ്ടിംഗ് ഓഫ്. വകുപ്പ് 154A. കണക്കുകൾ എളുപ്പമാക്കാൻ. അതെ, ചെറിയ കാര്യമാണെങ്കിലും പ്രായോഗികമാണ്. ഇനി ഈ നിയമം ലംഘിക്കുന്നവരുടെ പേരൊക്കെ സർക്കാർ പുറത്തുവിടുവോ? അങ്ങനെ വല്ല അധികാരവുമുണ്ടോ? ഉണ്ട്. വകുപ്പ് 154B. പൊതു താൽപ്പര്യമുണ്ടെന്ന് സർക്കാരിന് തോന്നിയാൽ നിയമലംഘനത്തിന് നടപടി നേരിട്ടവരുടെയോ ശിക്ഷിക്കപ്പെട്ടവരുടെയോ പേരും മറ്റു വിവരങ്ങളും പ്രസിദ്ധീകരിക്കാം. പക്ഷേ അതിന് ചില കടമ്പകളുണ്ട്. ആ കേസിൽ അപ്പീൽ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർപ്പാകണം. അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ള സമയം കഴിയണം. അതിനുശേഷമേ പേര് പുറത്തുവിടാൻ പാടുള്ളൂ. വ്യക്തിയുടെ അവകാശവും നോക്കണം. തീർച്ചയായും. ഇനി ഈ നിയമം ശരിക്കും നടപ്പാക്കണമെങ്കിൽ ഒരുപാട് ചട്ടങ്ങളും റൂൾസും റെഗുലേഷൻസും ഒക്കെ വേണ്ടേ? അതാരാണ് ഉണ്ടാക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ നിയമം ഒരു ഫ്രെയിംവർക്കാണ്. വിശദാംശങ്ങൾ വരുന്നത് ഈ ചട്ടങ്ങളിലും റെഗുലേഷനുകളിലുമാണ്. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. വകുപ്പ് 156. റെഗുലേഷനുകളോ? റെഗുലേഷനുകൾ ഉണ്ടാക്കുന്നത് ബോർഡാണ്, CBIC. വകുപ്പ് 157. ഈ സാധനങ്ങളുടെ വില നിർണയിക്കുന്നത്, ഡ്യൂട്ടി അടയ്ക്കാൻ സമയം കൊടുക്കുന്നത്, ബ്രോക്കർമാരുടെ ലൈസൻസ്, ഫോമുകൾ, നടപടിക്രമങ്ങൾ എല്ലാം ഇതിലാണ് വരുന്നത്. ഈ ചട്ടങ്ങൾ ലംഘിച്ചാൽ പിഴയുണ്ടോ? ഉണ്ട്. ചട്ടങ്ങളിലോ റെഗുലേഷനുകളിലോ തന്നെ അതിനുള്ള വ്യവസ്ഥയുണ്ടാകാം. ഉദാഹരണത്തിന്, റെഗുലേഷൻ ലംഘിച്ചാൽ 2 ലക്ഷം രൂപ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ടാക്കാൻ ബോർഡിന് അധികാരമുണ്ട്. വകുപ്പ് 158(2)(2)(I). ഓഹോ, അപ്പൊ ഈ ചട്ടങ്ങളും റെഗുലേഷനുകളും നിയമം പോലെ തന്നെ പ്രധാനമാണ്. ഇവയ്ക്കെന്തെങ്കിലും മേൽനോട്ടമുണ്ടോ? ഉണ്ട്. അതാണ് പാർലമെന്ററി സ്ക്രൂട്ടിനി. വകുപ്പ് 159. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന എല്ലാ ചട്ടങ്ങളും, ബോർഡിന്റെ പ്രധാനപ്പെട്ട റെഗുലേഷനുകളും, ചില സർക്കാർ വിജ്ഞാപനങ്ങളും പാർലമെന്റിന്റെ 2 സഭകളിലും വെക്കണം. എന്തിനാണത്? പാർലമെന്റിന് അത് പരിശോധിക്കാം, വേണമെങ്കിൽ മാറ്റം നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ അത് റദ്ദാക്കാൻ പറയാം. ഇതൊരു ജനാധിപത്യപരമായ നിയന്ത്രണമാണ്. ഈ നിയമം 1962 വന്നതാണല്ലോ. അതിനു മുൻപുള്ള കസ്റ്റംസ് നിയമങ്ങൾക്ക് എന്തു പറ്റി? നല്ല ചോദ്യം. പഴയ നിയമങ്ങൾ, അതായത് 1878 സീ കസ്റ്റംസ് ആക്ട്, 1924 ലാൻഡ് കസ്റ്റംസ് ആക്ട് ഒക്കെ ഈ പുതിയ നിയമം വന്നപ്പോൾ റദ്ദാക്കി, റിപ്പീൽ. അത് വകുപ്പ് 160 പറയുന്നു. അപ്പൊ ആ നിയമപ്രകാരമെടുത്ത നടപടികളോ? അതിനാണ് സേവിങ്സ് ക്ലോസ്. പഴയ നിയമം പോയെങ്കിലും അതനുസരിച്ചെടുത്ത നടപടികൾക്കൊന്നും കുഴപ്പമില്ല. അവയൊക്കെ നിലനിൽക്കും. അത് വകുപ്പ് 160 159(A)ലുമായി പറയുന്നുണ്ട്. നിയമത്തിലെ ഭേദഗതികൾ പഴയ നടപടികളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ ഈ അധ്യായത്തിൽ വേറെന്തെങ്കിലും? ഒരു കാര്യം കൂടിയുണ്ട്. നിയമം നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഒരു വകുപ്പ് കൂടിയുണ്ട്. വകുപ്പ് 161 റിമൂവൽ ഓഫ് ഡിഫിക്കൽട്ടീസ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ പലവക അധ്യായം ശരിക്കും നിയമത്തിന്റെ ഒരു നട്ടെല്ല് പോലെയാണല്ലേ? ഒരു തരത്തിൽ അതെ. നിയമം പ്രായോഗികമാക്കുന്നത്, അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നത്, കാര്യങ്ങൾ സുഗമമാക്കുന്നത് എല്ലാം ഇതിലൂടെയാണ് നടക്കുന്നത്. പണം പിരിക്കുന്നതു മുതൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതുവരെ. ശരിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചത് പണം ഈടാക്കുന്നതിലെ ഫസ്റ്റ് ചാർജ്, ഏജന്റുമാരുടെ ഉത്തരവാദിത്തം, വ്യാപാരം എളുപ്പമാക്കാനുള്ള ബോണ്ട് സൗകര്യം, കസ്റ്റംസ് ബ്രോക്കർമാരുടെയും പ്രതിനിധികളുടെയും പങ്ക്, രേഖകളിലെ തെറ്റുതിരുത്തുന്നത്, കസ്റ്റംസ് വിൽക്കുന്ന സാധനങ്ങളുടെ പണം വിനിയോഗിക്കുന്ന രീതി, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം,
ചട്ടങ്ങളും റെഗുലേഷനുകളും, പാർലമെന്റിന്റെ മേൽനോട്ടവും, നിയമലംഘകരുടെ പേര് പ്രസിദ്ധീകരിക്കുന്നത്, പഴയ നിയമങ്ങൾ റദ്ദാക്കിയത്, അങ്ങനെ പല കാര്യങ്ങളും. അതെ, പലവക എന്ന് കേട്ടപ്പോ നമ്മൾ വിചാരിച്ചതിലും ആഴത്തിലുള്ള കാര്യങ്ങളാണിതിൽ. തീർച്ചയായും ഈ പലവക വകുപ്പുകൾ കസ്റ്റംസ് നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ കാതലാണ്. നമ്മൾ ഈ പറഞ്ഞല്ലോ, കസ്റ്റംസ് നടപടികൾ, നിയമങ്ങൾ, ഇതൊക്കെ കുറച്ച് സങ്കീർണമാണ്. അപ്പോൾ ഒരു സാധാരണ ബിസിനസ്സുകാരന് ഈ നിയമക്കുരുക്കുകളിലൊന്നും പെടാതെ മുന്നോട്ടു പോകാൻ ഈ പറഞ്ഞ കസ്റ്റംസ് ബ്രോക്കർമാരുടെ വകുപ്പ് 146 സഹായം എത്രത്തോളം അത്യാവശ്യമാണ്? അതൊരു നല്ല ചോദ്യമാണ്. അല്ലെങ്കിൽ ഈ നിയമം തന്നെ ഒരു ബാലൻസിങ്ങിന് ശ്രമിക്കുന്നുണ്ടല്ലേ? ഒരു വശത്ത് വ്യാപാരം എളുപ്പമാക്കണം, സെക്ഷൻ 143 ബോണ്ട്, മറുവശത്ത് നിയമം പാലിപ്പിച്ച് സർക്കാരിന് വരുമാനം ഉറപ്പാക്കണം, സെക്ഷൻ 142 റിക്കവറി. ഈ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിലൊരു ശരിയായ ബാലൻസ് കണ്ടെത്താൻ ഈ നിയമത്തിന് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. വളരെ നല്ല ചിന്തകളാണ്. കസ്റ്റംസ് നിയമത്തിലെ ഈ 17-ാം അധ്യായത്തിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ ഈ സംഭാഷണത്തിൽ പങ്കുചേർന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.